Hello friends, welcome to CBSE Classroom. It's me, Irfana. നമ്മളിന്ന് കെമിസ്ട്രി ചാപ്റ്റർ 1 കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് പറയുന്ന ചാപ്റ്റർ ആണ് ചെയ്യുന്നത്. ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ചാപ്റ്റർ ചെയ്യുമെന്ന് ചോദിച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റ് ക്ലാസ്സുകളുടെ താഴേക്ക് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു ഈ ഒരു ചാപ്റ്റർ ചെയ്യുമെന്ന്. ഉറപ്പായിട്ടും ചെയ്യാന്നുള്ളത് വാക്ക് തന്നിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ ഏറ്റവും ബേസ് ആണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഒരുപാട് ചാപ്റ്റേഴ്സിനുള്ള ബേസ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പല കുട്ടികൾക്കും ഇത് ആദ്യം പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഊതി വീർപ്പിച്ച് പറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. എക്സാമിന് ഇതിൽ നിന്ന് ആകെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. ഒരുപാട് നമ്മൾ ഇതിനെ ഡിഫിക്കൽട്ട് ആക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിച്ചു പോവാം. ഓരോ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ? ഡെഫിനിഷൻ പറയുന്നതിലും നല്ലത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസും ഉണ്ട്, ഫിസിക്കൽ റിയാക്ഷൻസും ഉണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജിലെ നമ്മുടെ ഐസ് ട്രേ ഇല്ലേ, ഐസ് ട്രേ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് കഴിയുമ്പോഴെന്താ, അത് ഐസായി അല്ലെ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഐസായി. ഇനി ഈ ഐസിനെ കുറച്ചു നേരം നമ്മളെടുത്ത് പുറത്ത് വെച്ചാലോ, ഈ ഐസ് ട്രേ കുറച്ചു നേരം നമ്മളെടുത്ത് ഫ്രിഡ്ജിന്റെ പുറത്ത് വെച്ചാലോ, കുറച്ച് കഴിയുമ്പോൾ ആ ഐസ് മെൽറ്റ് ചെയ്ത് വീണ്ടും വാട്ടറായി ഇല്ലേ. അതായത് നമ്മൾ വാട്ടറിനെ ഐസാക്കി, പക്ഷെ തിരിച്ച് ഐസിനെ വാട്ടർ ആക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിസിക്കൽ റിയാക്ഷൻ. ഓക്കെ, മനസ്സിലായോ? വാട്ടറിനെ ഐസാക്കാം, അതുപോലെ തന്നെ ഐസിനെ തിരിച്ച് വാട്ടർ ആക്കാം. അങ്ങനെ തിരിച്ചാക്കാവുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ എന്താ, അത് ഫിസിക്കൽ റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ കുറച്ച് ഷുഗർ എടുത്തു, അത് മെൽറ്റ് ചെയ്ത് അല്ലെ. നമ്മൾ ഈ കാരാമൽ പുഡിങ്ങും അങ്ങനെ വീട്ടിൽ നമ്മൾ പുഡിങ് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷുഗർ, അതുപോലെ തന്നെ ശർക്കര, ജാഗറി ഒക്കെ നമ്മൾ ഇങ്ങനെ മെൽറ്റ് ചെയ്യാറുണ്ട്. ഈ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ, പഞ്ചസാര കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗറിനെ വീണ്ടും പഴയ ഷുഗർ ആക്കാൻ പറ്റുമോ? ഷുഗർ വൈറ്റ് കളർ ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്കിഷ് ബ്രൗണിഷ് കളറാണ് അല്ലെ. അതിനെ തിരിച്ച് നമുക്ക് ആ വൈറ്റ് ഷുഗർ ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അതായത് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്താ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇപ്പൊ മനസ്സിലായോ കെമിക്കൽ റിയാക്ഷനും ഫിസിക്കൽ റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം? കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ ഇൻ വിച്ച് എ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ് ആൻഡ് ദാറ്റ് കാൻ ബി റിവേഴ്സ്ഡ്. അതായത് ഈ ന്യൂസ് പുതിയതായിട്ട് ഫോം ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടല്ലോ, പുതിയതായിട്ട് ഫോം ചെയ്ത ന്യൂ സബ്സ്റ്റൻസ്, അതിൽ നിന്ന് ഒരിക്കലും ഈ പഴയ സബ്സ്റ്റൻസിലേക്ക് എത്തില്ല. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ എന്തെന്ന് പറയും? റിയാക്റ്റൻസ്. എന്തെന്നാ പറയാ? റിയാക്റ്റൻസ്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാവുന്ന പുതിയ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ്, ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസസും ഉണ്ടാവാം, ചിലപ്പോൾ ഒരൊറ്റ സബ്സ്റ്റൻസ് ആയിരിക്കാം. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രോഡക്റ്റ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോ കെമിക്കൽ റിയാക്ഷൻ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് one or more substances called reactants are converted into a new substance or one or more new substance called products. അതായത് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഒന്നോ ഒന്നിലധികം സബ്സ്റ്റൻസോ കൺവേർട്ട് ചെയ്ത് ഒരു ന്യൂ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ആവും. ആ ഫോം ചെയ്യുന്ന ന്യൂ സബ്സ്റ്റൻസിനെ പ്രോഡക്റ്റ് എന്ന് പറയും. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് A+B ആണെങ്കിൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടായി, C. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലെങ്കിൽ രണ്ട് പ്രോഡക്ട്സ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ സിയും ഡിയും. അപ്പൊ എന്താ, ഇതാണ് റിയാക്റ്റൻസ്. എയും ബിയും ആണ് എന്ത്? റിയാക്റ്റൻസ്. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? പ്രോഡക്ട്സ് ഉണ്ടായത്, സിയും ഡിയും. അപ്പൊ ഇവിടെ സിയും ഡിയും ആണ് എന്ത്? പ്രോഡക്ട്സ്. എയും ബിയും ആണ് എന്ത്? റിയാക്റ്റൻസ്. സോ ഹിയർ ദ റിയാക്റ്റൻസ് എ ആൻഡ് ബി ആർ റിയാക്റ്റഡ് ആൻഡ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ന്യൂ പ്രോഡക്ട്സ്. ഇവിടെ ഫോം ചെയ്ത ന്യൂ പ്രോഡക്റ്റ് എന്താ? സി ആൻഡ് ഡി. അപ്പൊ ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ റിയാക്ടൻസ് എന്ന് പറയും. ഫോം ചെയ്യുന്ന ന്യൂ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു നമ്മളെന്താ ഒരു കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗർ മെൽറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരിക്കലും ബാക്ക്വേർഡ് റിയാക്ഷനിൽ അതായത് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിനെ വീണ്ടും റിയാക്ടൻസ് ആക്കാൻ പറ്റില്ല എന്ന് പറയാം. അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ റിയാക്ടൻസ് എന്നും ഫോം ചെയ്യുന്ന പുതിയ സബ്സ്റ്റൻസിനെ പ്രോഡക്ട്സ് എന്നും പറയും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫോർമുല A+B gives C അല്ലെങ്കിൽ A+B gives C+D ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് കെമിക്കൽ റിയാക്ഷന് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. എപ്പോഴും നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് തന്നെ പഠിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം NCERT ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ സെയിം ഇക്വേഷൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റ് ഗൈഡുകളോ റെഫറൻസ് ബുക്കോ തേടി പോകണ്ട. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതി. പല കുട്ടികളും എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, മിസ് ഞാൻ ഏത് ഗൈഡ് മേടിക്കണം, ഏത് റെഫറൻസ് ബുക്ക് മേടിക്കണം, നല്ലൊരു ഗൈഡ് സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഗൈഡ് വാങ്ങുന്നതിൽ തെറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന റാങ്ക് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഗൈഡ് ഏതാണെന്നറിയോ? NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്കോർ ചെയ്യാവുന്ന പോലെ നമുക്ക് മറ്റൊരു ഗൈഡിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പം എപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കിനെ ഫുൾ ഡിപ്പെൻഡ് ചെയ്യുക. അതിൽ ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ പഠിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ഗൈഡ് യൂസ് ചെയ്തോളൂ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷേ ബോർഡ് എക്സാമിന് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ പറയാം. അതായത് കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് മഗ്നീഷ്യം റിബൺ എടുക്കുക. മഗ്നീഷ്യം റിബൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. എൻ്റെ ഡ്രോയിങ് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഇതൊരു ബേണറാണ്. ഓക്കെ, ഇതൊരു ബേണറാണ്. ഇവിടെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് സപ്പോസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ഡയഗ്രാം ഫിഗർ 1.1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ബേണർ. അവിടെ നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റിക് റിബൺ പീസ് പിടിച്ചിരിക്കുകയാണ്. ഞാനിതിങ്ങനെ ബേണറിൽ കാണിച്ചിട്ട് കത്തിക്കുകയാണ്. ഇതെന്താണ്? മഗ്നീഷ്യം റിബൺ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് മാഗ്നറ്റിക് എന്നായി പോയി, സോറി. മഗ്നീഷ്യം റിബൺ. മഗ്നീഷ്യം റിബൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചെറിയ പീസ് ഓഫ് മഗ്നീഷ്യം. ഇത് നമ്മളൊരു ബേണറിൽ കാണിച്ചിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. മഗ്നീഷ്യം റിബൺ ഇങ്ങനെ എയറിൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ എന്താ ഹാപ്പൻ ചെയ്യാം? ഫ്ലെയിം ഉണ്ടല്ലോ, നല്ല ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആയിരിക്കും. മഗ്നീഷ്യം ബേൺ ചെയ്യുമ്പോൾ നല്ല ഡാസ്ലിംഗ്, നല്ല ഷൈനി ആയിട്ടുള്ള വൈറ്റ് ഫ്ലെയിം ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് പൗഡർ ആയിരിക്കും ഫോം ചെയ്യുക. ഈ പൗഡർ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയൊരു വാച്ച് ഗ്ലാസ് യൂസ് ചെയ്യാം. വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു, നമ്മൾ പിന്നാണെന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, അതുപോലെ ചെറിയൊരു പാത്രം, അതാണ് വാച്ച് ഗ്ലാസ്. നിങ്ങൾക്ക് സ്കൂളിൽ റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലബോറട്ടറി പോയി നിങ്ങളുടെ കെമിസ്ട്രി മിസ് ഇത് ചെയ്ത് കാണിച്ചു തന്നിരുന്നേനെ. ഞാനൊക്കെ 10th പഠിക്കുമ്പോൾ ഈ ആക്ടിവിറ്റി ഈ സെയിം ഞങ്ങൾ പഠിച്ചത് ഈ ഒരു സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഞങ്ങളുടെ മിസ് ലാബിൽ കൊണ്ടുപോയി ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് കാണിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും സ്കൂളിൽ അങ്ങനെ അവസരം കിട്ടിയാൽ നമുക്ക് നോക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഇങ്ങനെ ഒരു ബേണർ മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ ഈ മഗ്നീഷ്യം പൗഡർ ആയിരിക്കും. പിന്നീട് ഇത് കത്തിത്തീരുമ്പോൾ ഒരു പൗഡറാണ് ഫോം ചെയ്യുക. ഈ പൗഡർ കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന് വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വാച്ച് ഗ്ലാസ് വെക്കും. ഓക്കെ, അപ്പോൾ ഇത് ബേൺ ചെയ്യുമ്പോൾ എന്താ, ഈ ആൽക്കത്തുന്ന ഫ്ലെയിം നല്ല ഡാസ്ലിംഗ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഫോം ചെയ്യുന്നത് എന്താ, വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് പൗഡർ. ഈ പൗഡർ എന്താണെന്നറിയോ? മഗ്നീഷ്യം ഓക്സൈഡ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൗഡർ എന്താണ്? അതിന് കെമിക്കൽ നെയിം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിന്റെ സിമ്പൽ എന്താ? MgO അല്ലെ? മഗ്നീഷ്യം ഓക്സൈഡ് MgO. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ ഈ മഗ്നീഷ്യവും അതുപോലെ തന്നെ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യും. മഗ്നീഷ്യവും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യും. അങ്ങനെ മഗ്നീഷ്യവും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? മഗ്നീഷ്യം ഓക്സൈഡ്. വേർഡ്സിലും എഴുതണം കേട്ടോ. മഗ്നീഷ്യം പ്ലസ്
oxygen gives magnesium oxide. മനസ്സിലായോ? മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ പറയണം, ഇങ്ങനെ മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ മെഗ്നീഷ്യവും ഓക്സിജൻ കൂടി റിയാക്ട് ചെയ്യും, എന്നിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫറിക് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് ഈ പൗഡർ ഫോമിൽ കിട്ടുന്നത് എന്താ? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ഏരിയ ആണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ബാലൻസ്ഡ് ഇക്വേഷനും അൺബാലൻസ്ഡ് ഇക്വേഷനും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് എഴുതുക. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചോദിക്കും, എന്നിട്ട് പറയും അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്തും കൂടെ കാണിക്കണം. അതായത് തന്നിരിക്കുന്നത് ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ ബാലൻസ്ഡ് ആക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ബാലൻസ്ഡ് ഇക്വേഷൻസ് പഠിക്കാൻ. സിങ്കും സൾഫ്യൂരിക് ആസിഡും. ഓക്കെ, ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും അല്ലെ? സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ആസിഡിനായിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്, അപ്പൊ അവിടെ പുറത്തേക്ക് റിവോൾവ് ചെയ്ത് പോകുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ അല്ലെ? സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ആസിഡ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ? ഇനി ഇത് വേർഡ് ഇക്വേഷൻ ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മളിങ്ങനെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ? വേർഡ് റിയാക്ഷൻ. എപ്പോഴും റിയാക്റ്റൻസ് എഴുതുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും, LHS. റിയാക്റ്റൻസ് നമ്മൾ എപ്പോഴും എഴുതുന്നത് ഈ ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS. പ്രോഡക്ട്സ് നമ്മൾ എപ്പോഴും എഴുതുന്നതോ റൈറ്റ് സൈഡിലാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, RHS. അപ്പൊ എപ്പോഴും നമ്മൾ റിയാക്റ്റൻസിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും പ്രോഡക്ട്സിനെ ആരോ മാർക്കിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന LHSൽ റിയാക്റ്റൻസിനെയും അതുപോലെ തന്നെ RHSൽ പ്രോഡക്ട്സിനെയും ഇങ്ങനെ വേർഡ്സിൽ എഴുതുന്നതിനെയാണ് വേർഡ് ഇക്വേഷൻ എന്ന് പറയാ. ഇനി ഈ വേർഡ് ഇക്വേഷനെ കഴിയുമെങ്കിൽ എപ്പോഴും ഒരു ആൻസർ എഴുതുമ്പോൾ ആദ്യം വേർഡ് ഇക്വേഷൻ എഴുതുക, അതിനുശേഷം ഇതിന്റെ ഓരോന്നിന്റെയും കെമിക്കൽ ഫോർമുല എഴുതുക. ഓക്കെ, അപ്പോഴാണ് അതൊരു കെമിക്കൽ ഇക്വേഷൻ ആവുന്നത്. ഇങ്ങനെ വേർഡ് ഫോർമുല എഴുതിയിട്ട് നോക്കിയാൽ Zn സിമ്പിൾ എന്താ? Zn അല്ലെ? സിങ്കിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ Zn. സൾഫ്യൂരിക് ആസിഡിന്റെയോ? ഇതൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്, ഒന്നും 10th പുതിയതായിട്ട് പഠിക്കുന്നതല്ല. 9th കെമിസ്ട്രി എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി ഇതൊക്കെ ബേസ് ചെയ്ത് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. 9th സ്റ്റാൻഡേർഡിലുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണും. അപ്പൊ ഇതൊക്കെ ഫോർമുലാസ്, കെമിക്കൽ ഫോർമുല ഒക്കെ എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് ആ ചാപ്റ്റർ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ 9th കുട്ടികൾക്ക് വേണ്ടി ആ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. കാരണം ബേസ് ഉണ്ടെങ്കിലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. 9th പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്താ? H2SO4. ഇങ്ങനെ റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഒക്കെ കെമിക്കൽ ഫോർമുല എഴുതി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന്റെയും അതുപോലെ തന്നെ അതിൽ ഫോം ചെയ്യുന്ന പ്രോഡക്ട്സിന്റെയും ഫോർമുല, കെമിക്കൽ ഫോർമുല എഴുതി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ സിങ്കിന്റെ ഫോർമുല എന്താ? Zn. സൾഫ്യൂരിക് ആസിഡിന്റെയോ? H2SO4 അല്ലെ? സിങ്ക് സൾഫേറ്റിന്റെ എന്തായിരിക്കും? ബൈ ഹാർട്ട് അടിക്കണ്ട, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സിങ്ക് ഇങ്ങോട്ട് വന്ന് ഹൈഡ്രജനെ തട്ടി മാറ്റും, ഇവിടെ വന്നിരിക്കും. അപ്പൊ എന്താവും? ZnSO4. സിങ്ക് സൾഫേറ്റ് ആയില്ലേ? സൾഫ്യൂരിക് ആസിഡിലെ ഹൈഡ്രജനെ വന്ന് തട്ടി സിങ്ക് ഇവിടെ വന്നിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് നോക്ക്, ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സിങ്ക് ഹൈഡ്രജനെ തട്ടി ഇവിടെ വന്നിരിക്കും. അപ്പൊ എന്താ? ZnSO4 ആയി, സിങ്ക് സൾഫേറ്റ് ആയി. ഹൈഡ്രജൻ പുറത്തായില്ലേ? ആ ഹൈഡ്രജൻ എന്താ പുറത്തേക്ക് പോകും, +H2. ഓക്കെ, ഇനി ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പറയാം. നോക്കിയേ, റൈറ്റ് സൈഡിൽ സിങ്ക് ഒരെണ്ണല്ലേ ഉള്ളത്, ഒരാറ്റം. ലെഫ്റ്റ് സൈഡിലും സിങ്ക് ഒരു ആറ്റം ആണ് ഉള്ളത്. ഹൈഡ്രജൻ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ H2,
2 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ നോക്കിയേ H2, റൈറ്റ് സൈഡിലും 2 ഹൈഡ്രജൻ ആറ്റം. ഇനി സൾഫർ ഒരെണ്ണല്ലേ ഉള്ളൂ, S ഒരെണ്ണം ഉള്ളൂ. ഇവിടെയും സൾഫർ ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ O4, ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. O4, ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാ എലമെന്റ്സിന്റെ നമ്പർ ഓഫ് ആറ്റംസ് LHSലും RHSലും സെയിം ആണ്. ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. പക്ഷെ എക്സാമിന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് യെസ് ഇറ്റ് ഇസ് ബാലൻസ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടില്ല. പകരം ബാലൻസ്ഡ് ആണ് എന്ന് കാണിക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഒരു ടേബിൾ വരക്കണം. ആ ടേബിളില് 3 കോളംസ് വേണം. ഫസ്റ്റ് കോളം എന്താ, എലമെന്റ്, അതായത് നെയിം ഓഫ് എലമെന്റ്. സെക്കൻഡ് കോളത്തിൽ എന്താ വേണ്ടേ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ LHS, അതായത് റിയാക്റ്റൻസിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്റ്റൻസ്. പിന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രോഡക്ട്സ്, അതായത് RHSല്. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ എഴുതിയിട്ട് വേണം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്. നമുക്ക് ചിലപ്പോൾ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റുമായിരിക്കും ഇത് ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആണ്. പക്ഷെ അങ്ങനെ പോരാ. എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഫോർമാറ്റിൽ തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഇനി ഇതിൽ ഓരോ എലമെന്റിനെ എടുത്ത് എഴുതാം. ഫസ്റ്റ് എലമെന്റ് എന്താ, സിങ്ക് അല്ലേ. സിങ്ക് LHSൽ എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം. RHSൽ എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം. അടുത്ത എലമെന്റ് ഏതാ, ഹൈഡ്രജൻ. LHSൽ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. RHSൽ എത്ര എണ്ണം ഉണ്ട്, H2, 2 എണ്ണം. അടുത്ത എലമെന്റ് എന്താ, സൾഫർ LHSൽ എത്ര എണ്ണം ഉണ്ട്, 1. RHSൽ എത്ര എണ്ണം ഉണ്ട്, 1. അടുത്തത് എന്താ, ഓക്സിജൻ LHSൽ എത്ര എണ്ണം ഉണ്ട്, 4 അല്ലേ. RHSൽ എത്ര എണ്ണം ഉണ്ട്, 4. ഇനി നോക്കിയേ, ഈ 4 ആറ്റംസും LHSലും RHSലും സെയിം അല്ലേ. 1 1 2 2 1 1 4 4. ഇങ്ങനെ LHSലും RHSലും സെയിം നമ്പർ ആണെങ്കിൽ ദിസ് ഇസ് ബാലൻസ്ഡ്. ഇങ്ങനെ ടേബിൾ വരച്ചതിന് ശേഷം പറയാ hence number of atoms in each element in both sides LHSലും RHSലും സെയിം ആയതുകൊണ്ട് this is a balanced equation. ഇനി ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, why should a magnesium ribbon be cleaned before burning in air? ഒരു മാഗ്നീഷ്യം റിബണിനെ നമ്മൾ എയറിൽ ബേൺ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അത് തുടച്ച് വൃത്തിയാക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഈ മാഗ്നീഷ്യം റിബൺ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ, മാഗ്നീഷ്യം മെറ്റൽ ഉണ്ട്. ഈ മാഗ്നീഷ്യം മെറ്റൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഈ മാഗ്നീഷ്യം റിബണിന്റെ പുറത്ത് ഈ മാഗ്നീഷ്യം ഓക്സൈഡിന്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഈ മാഗ്നീഷ്യം ഓക്സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇത് ബേൺ ചെയ്യുമ്പോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ഫർദർ റിയാക്ഷൻസ് നടക്കും. ഈ ഫർദർ റിയാക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഈ മാഗ്നീഷ്യം റിബണിന്റെ മേലെ ഫോം ചെയ്തിട്ടുള്ള മാഗ്നീഷ്യം ഓക്സൈഡിന്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. മനസ്സിലായോ? മാഗ്നീഷ്യം റിബൺ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, മാഗ്നീഷ്യം മെറ്റൽ ഉണ്ട്. ഈ മാഗ്നീഷ്യം മെറ്റൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ഈ മാഗ്നീഷ്യം ഓക്സൈഡ് ഒരു ലെയർ പോലെ നമ്മുടെ റിബണിന്റെ മേലെ ഉണ്ടാവും. അപ്പൊ അത് ഫർദർ റിയാക്ഷൻസ് നടത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫർദർ റിയാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാഗ്നീഷ്യം റിബണിന്റെ മേലെയുള്ള ഈ മാഗ്നീഷ്യം ഓക്സൈഡിന്റെ ആ ഒരു ലെയറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് ബേൺ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ എന്താണ്, കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, റിയാക്ടൻസ് എന്താണ്, പ്രോഡക്ട്സ് എന്താണ്, അതുപോലെ തന്നെ ഒരു വേർഡ് ഇക്വേഷൻ എന്താണ്, ബാലൻസ്ഡ് ഇക്വേഷൻ എന്താണ്, അൺബാലൻസ്ഡ് ഇക്വേഷൻ എന്താണ് അല്ലെ. ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ടേബിൾ വരച്ച് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരുന്നു. ഇനി അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ ബാലൻസ്ഡ് ആക്കണം. അതിന് കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ബേസ് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ലപോലെ പഠിക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഇനി അൺബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിയാൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതും ബാക്കി കാര്യങ്ങളും. കാരണം ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തലയിൽ നിൽക്കില്ല. അപ്പൊ ഏറ്റവും ബേസ് പറഞ്ഞത് ഇത് നല്ല ക്ലിയർ ആക്കുക. പിന്നെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ലാസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.